ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ലഞ്ച്. പക്ഷേ പറഞ്ഞ ടൈം ലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ടീൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഇത് ബാംബു റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ പയ്യന്നൂർ കയറുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പം പക്ഷേ ഇവിടെ ഫുഡ് വലിയൊരു വേർത്തായിട്ടുള്ള ഫുഡെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല ഫുഡ്. പെൻഡ് തന്നെയാണ് എനിക്ക്. എന്നാലും ഫുഡിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നല്ലൊരു ഇത്. ചിക്കനൊക്കെ ഭയങ്കര ഒരു ഹാർഡായിരുന്നു ഇവിടെ. ചിക്കൻ ലോളിപോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഹാർഡൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ കമ്പ്യൂട്ടർ കെയറിലേക്കാണ് പോകുന്നത്. അവിടെ മോൻ്റെ കമ്പ്യൂട്ടറിന് ചെറിയൊരു ലാഗിങ് ഉണ്ട്. അപ്പോൾ അത് കാരണം അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോയിട്ട് സംസാരിച്ചിട്ട് അവരൊന്ന് സർവീസൊക്കെ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് പോകുന്നത് ബേബി സൂക്കിലേക്കാണ്. അതും ഈ ടൗണിൽ തന്നെയാണ് ബേബി സൂക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂരാണല്ലോ, അപ്പോൾ അവിടെ നിന്ന് തന്നെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് 2-3 സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഡെലിവറി വരികയാണ്, അപ്പോൾ അവൾക്ക് 2-3 സാധനങ്ങൾ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സംഭവങ്ങളൊന്നും ഇവിടെ അത്ര വേർത്തായിട്ട് ഞാൻ കണ്ടില്ല. അപ്പം പിന്നെ അവിടുന്ന് അത് പർച്ചേസ് ചെയ്തില്ല. പിന്നെ ഇനി അവൾ വരുന്നുണ്ട്, അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവൾ തന്നെ നോക്കട്ടെ എന്നുള്ള ഇതിൽ വെച്ചു. ഇവിടെ സാധനങ്ങൾ പ്രശ്നമൊന്നുമില്ല, മോശമില്ലാത്ത കളക്ഷൻസ് ഉണ്ട് അവർക്ക്. പക്ഷെ കുറച്ച് പ്രൈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുഴപ്പമില്ല, എന്നാലും സംഭവം പ്രശ്നമില്ല. എനിക്ക് ഞാനൊരു 2 സാധനങ്ങളാണ് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് നമുക്ക് വേറെ ഒരു സ്ഥലം കൂടി പോകാനുണ്ട്. കാരണം ഞാനിപ്പോൾ ഈ ഒരു ഡയറിയൊക്കെയാണ് വാങ്ങിയത് അവിടെ നിന്ന്. ഇതിൽ ഏത് ഡയറിയാണ് നല്ല ഭംഗിയുള്ളത് എന്ന് ചോദിക്കുകയാണ് ഞാൻ മോനോട്. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ നമ്മൾ പോകുന്ന വഴിയാണ്. ഇത് നമ്മളെ മെയിൻ ബസ് സ്റ്റാൻഡാണ് കേട്ടോ, പയ്യന്നൂർ ബസ് സ്റ്റാൻഡ്. ഇത് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ എനിക്കൊരു ഗാർഡനിലേക്ക് പോകാനുണ്ട്, നമ്മളെ രമേശ് ഏട്ടൻ്റെ ഗാർഡനിലേക്ക്. അപ്പോൾ അവിടത്തേക്കാണ് ഇനി നെക്സ്റ്റ് പോകുന്നത്. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ സ്ഥിരം ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. അപ്പം ബൊഗെൻവില്ലിൻ്റെ ഹൈബ്രിഡ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഒളവറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഈ ഒരു ഭാഗങ്ങളൊക്കെ പാസ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ റേറ്റൊക്കെ ചോദിച്ചിട്ട് ഞാനവിടെ നിന്ന് 2 റോസ് മാത്രമേ എടുത്തുള്ളൂ, ചെറിയ 2 റോസ് മാത്രം. വേറെ ഒന്നും ഭയങ്കര പ്രൈസി ആയതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല റേറ്റ് പറയുന്നുണ്ട്. മുമ്പ് റേറ്റ് കുറച്ച് കുറവായിരുന്നു, ഇപ്പം നല്ല റേറ്റ് പറയുന്നുണ്ട്. ഹൈബ്രിഡാണ് അങ്ങനെ വേറെ എന്തൊക്കെയോ പേരൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് അധികം വലിയ നോളജ് ഇല്ല. ഇഷ്ടമാണ്, പൂക്കൾ ഇഷ്ടമാണ്, ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് അതിൻ്റെ ബാക്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഇതാവാനും പറ്റില്ല. എന്താ പറയുക, അതിനെക്കുറിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ അതിൻ്റെ ബാക്കിലില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ പ്രൈസ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം അതൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ജസ്റ്റ് നോക്കി, കാണാനൊരു ഭംഗിയാണല്ലോ, ഗാർഡനിൽ കയറുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സുഖം പോലെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.